നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 21 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരെ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ ഉപയോക്താക്കളും അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. നമ്മുടെ പാചകവാതക കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട KYC അഥവാ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി അധികൃതർ ഇപ്പോൾ വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ മാസം 23 തീയതി വരെയാണ് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായിട്ട് ഇപ്പോൾ സമയം അവസാനമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ, HP, അതോടൊപ്പം തന്നെ ഭാരത് ഗ്യാസ് തുടങ്ങി രാജ്യത്തെ എല്ലാ പ്രമുഖ പാചകവാതക വിതരണ കമ്പനികളുടെയും സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഈ ഒരു ഇലക്ട്രോണിക് KYC നടപടിക്രമമൊക്കെ തന്നെ ഒരുപോലെ ബാധകമാണ്. കേന്ദ്ര സർക്കാർ 2024 പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പൊതുനിയമത്തിൻ്റെ ഭാഗമായിട്ട് വ്യാജ കണക്ഷനുകളൊക്കെ തന്നെ ഒഴിവാക്കാനും അർഹരായവർക്ക് മാത്രം സബ്സിഡി ഉറപ്പാക്കാനുമാണ് ഈ ഒരു മസ്റ്ററിംഗ് ഇവിടെ നിർബന്ധമാക്കിയത്. ഇതിനോടകം തന്നെ വിജയകരമായിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ വിവിധ കാരണങ്ങളാൽ ഇതുവരെ ഇത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കാത്തവർ മാത്രമാണ് എത്രയും വേഗം അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടത്. നമ്മുടെ ഗ്യാസ് കണക്ഷൻ അത് തുടർന്നും തടസ്സങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നതിനും സബ്സിഡി അടക്കമുള്ള സേവനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ലഭിക്കുന്നതിനുമായിട്ട് ഈ KYC പൂർത്തിയാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അനുവദിച്ചിരിക്കുന്ന ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ ഭാവിയിൽ പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുമാത്രമല്ല, സബ്സിഡി നിരക്കിൽ ഗ്യാസ് ലഭിക്കുന്നതിന് പകരം സാധാരണ നിരക്കോ അല്ലെങ്കിൽ ഉയർന്ന തുകയോ നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ കണക്ഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്യാനിടയുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ KYC പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകും. അതിനാൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനായിട്ട് സമയം കളയാതെ തന്നെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസി സന്ദർശിച്ച് ആധാർ കാർഡും ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണും ഉപയോഗിച്ച് ഈ മാസം 23 തീയതിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ KYC പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്കും നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾക്കും തങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായിട്ട് സാമ്പത്തിക ധനസഹായം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി. സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും അത് കേടുപാടുകൾ തീർത്ത് താമസയോഗ്യമാക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നിർധനരായിട്ടുള്ള സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി നൽകുന്നത്. ഇതിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും BPL റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതെങ്കിലും APL റേഷൻ കാർഡ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട്. APL കാർഡ് ഉടമകൾ വില്ലേജ് ഓഫീസറിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തങ്ങൾ അർഹരാണെന്ന് തെളിയിച്ചാൽ ഈ ധനസഹായത്തിന് അർഹരായിത്തീരും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും യോഗ്യരായവർക്ക് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിക്കാവുന്നതാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എല്ലാ വർഷവും ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അർഹതയുള്ളവർക്ക് ഈ വീട് പുനരുദ്ധാരണത്തിനുള്ള ധനസഹായം നേരിട്ട് അനുവദിച്ച് നൽകിയിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ദേശീയപാതകളിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമേകുന്ന പുതിയ ഓൺലൈൻ സംവിധാനവുമായിട്ട് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ 121 ടോൾ പ്ലാസകളിൽ ഡിജിറ്റൽ ഫാസ്ടാഗ് ലോക്കൽ പാസ് സൗകര്യം നിലവിൽ വന്നതായിട്ട് റോഡ് ഗതാഗത ദേശീയ മന്ത്രാലയം അറിയിച്ചു. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന യോഗ്യരായിട്ടുള്ള വ്യക്തികൾക്ക് ഇനി റെസിഡൻഷ്യൽ രേഖകളുമായിട്ട് നേരിട്ട് ടോൾ ബൂത്ത് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഉപയോക്താക്കൾക്ക് രാജ്യമാർഗ്ഗ യാത്ര മൊബൈൽ ആപ്പ് വഴിയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ലോക്കൽ പാസിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഡിജി ലോക്കർ, വാഹൻ ഡാറ്റാബേസ് തുടങ്ങിയ സർക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായിട്ട് സംയോജിപ്പിച്ചാണ് അപേക്ഷകൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നത്. കൂടാതെ മാപ്പ് അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലൂടെ വിലാസം 20 കിലോമീറ്റർ പരിധിയിലാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. ലോക്കൽ പാസ് ലഭിക്കുന്നവർക്ക് ഒരു മാസം മുഴുവൻ ബന്ധപ്പെട്ട ടോൾ പ്ലാസയിലൂടെ പരിധിയില്ലാതെ യാത്ര ചെയ്യാം എന്നത് ദിവസേന യാത്ര ചെയ്യുന്നവർക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കും. ഇതിനു പുറമെ ദേശീയപാതകളിലെ യാത്രാ ചെലവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന വാർഷിക ഫാസ്ടാഗ് പാസ് സംവിധാനവും നിലവിലുണ്ട്. കാറുകൾ, ജീപ്പുകൾ, വാനുകൾ തുടങ്ങിയ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്കാണ് 3000 രൂപ നിരക്കിലുള്ള ഈ വാർഷിക പാസ് പ്രയോജനപ്പെടുത്താനാവുക. ഈ പാസ് ഉപയോഗിച്ച് ഒരു വർഷത്തിനുള്ളിൽ 200 തവണ വരെ നിർദ്ദിഷ്ട ടോൾ പ്ലാസകൾ കടന്നു പോകാൻ സാധിക്കും. അതായത് ഒരു യാത്രയ്ക്ക് ശരാശരി 15 രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. എന്നാൽ ദേശീയപാതകളിലും
ദേശീയ എക്സ്പ്രസ് വേകളിലും മാത്രം ലഭ്യമാകുന്ന ഈ ആനുകൂല്യം സംസ്ഥാന സർക്കാരുകളോ പ്രാദേശിക അധികാരികളോ നിയന്ത്രിക്കുന്ന മുംബൈ പൂനെ, അതുപോലെ തന്നെ മുംബൈ നാഗ്പൂർ, അടൽ സേതു, ആഗ്ര ലക്നൗ, ബംഗളൂരു മൈസൂരു, അഹമ്മദാബാദ് വഡോദര തുടങ്ങിയ പ്രമുഖ എക്സ്പ്രസ് വേകളിൽ ബാധകമല്ല. ഇവിടെ സാധാരണ രീതിയിലുള്ള ഫാസ്ടാഗ് ടോൾ നിരക്കുകൾ തന്നെയായിരിക്കും ഈടാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസമേകി സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണം ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസും ആഘോഷങ്ങൾക്കായിട്ട് 20,000 രൂപ ഓണം അഡ്വാൻസും വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു. നാടിൻ്റെ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാർക്കും 1450 രൂപ വീതം പ്രത്യേക സാമ്പത്തിക സഹായം നൽകും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായിട്ട് 1200 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കാനും തീരുമാനമായിട്ടുണ്ട്. കർഷകർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആശ്വാസം പകരുന്ന നിർണായക തീരുമാനങ്ങളും ഇതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നീണ്ടുപോയ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കാനും നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർക്ക് നൽകാനുള്ള തുക അടിയന്തരമായിട്ട് അനുവദിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ അംഗനവാടി ജീവനക്കാരുടെ കുടിശ്ശികകൾ തീർപ്പാക്കാനായിട്ട് 34 കോടി രൂപ പ്രത്യേകം വകയിരുത്തുകയും പാചക തൊഴിലാളികൾക്ക് പുതുക്കിയ നിരക്കിൽ ഉയർന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കാനായിട്ട് കർശന ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഓണക്കാലത്തോടനുബന്ധിച്ചുകൊണ്ട് നൽകേണ്ട ക്ഷേമ പെൻഷൻ വിഹിതത്തിന്റെ വിതരണം നിലവിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 19 തീയതി മുതൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നേരിട്ട് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും യാതൊരു തടസ്സവുമില്ലാതെ എല്ലാവരിലേക്കും കൃത്യമായിട്ട് എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്. എങ്കിലും വരും മാസങ്ങളിലും പെൻഷൻ തുക യാതൊരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് തന്നെ അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത് ഉറപ്പാക്കാനായിട്ട് ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ആധാർ കാർഡുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി നിങ്ങൾ നടത്തേണ്ട ഇ മസ്റ്ററിംഗ് അഥവാ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ്. ഇതുവരെയും മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കുമ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന കൺഫർമേഷൻ സ്ലിപ്പ് പഞ്ചായത്തിലോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഏൽപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നിങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിക്കാവുന്ന ഒരു പ്രധാന രേഖ മാത്രമാണ്. നിലവിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് സേവന പോർട്ടലിലെ സ്റ്റാറ്റസ് പരിശോധിച്ച് അപ്ഡേഷൻ വിവരങ്ങൾ അറിയാനും സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ പലരും നിലവിൽ ഉപയോഗത്തിലില്ലാത്തതോ ആക്റ്റീവ് അല്ലാത്തതോ ആയിട്ടുള്ള മൊബൈൽ നമ്പറുകളാണ് നൽകിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വിളിച്ചാൽ ലഭ്യമാകുന്ന നിലവിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള പുതിയ മൊബൈൽ നമ്പറുകൾ നൽകി അത് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളോ എന്തെങ്കിലും വിവരങ്ങളോ അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഗുണഭോക്താക്കളെ നേരിട്ട് വിളിച്ച് അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് മൊബൈൽ നമ്പർ അപ്ഡേഷൻ അത്യന്താപേക്ഷിതമായതിനാൽ തന്നെ ഭാവിയിൽ പെൻഷൻ തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഈ 2 കാര്യങ്ങളും സ്വന്തം നിലയിൽ തന്നെ പരിശോധിച്ച് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ കുത്തനെ വർധനവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ച ഓഗസ്റ്റ് 20 തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 395 രൂപ കൂടി 14,600 രൂപയും പവന് 3,160 രൂപ കൂടി 1,16,800 രൂപയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.